ഗൈസ്, ഇന്ന് നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്ത കോളേജിലോട്ടാണ് പോകുന്നത്. നിറം 2018 വാഴ എന്നീ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു കോളേജിലോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 7 മണി കഴിക്കുകയാണ്. ഇപ്പോൾ കോളേജിൽ നിന്നുണ്ടെന്ന് തോന്നണേ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നത് തൊട്ടടുത്തൊരു ഷൂട്ടുണ്ട്. അപ്പോൾ ആ ഷൂട്ടിൻ്റെ കയറിനേക്കാൾ മുന്നേ ഞാൻ നൈസായിട്ട് അവിടെ പോയി നിങ്ങളെ കാണിച്ചു തരാം. കോളേജ് തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ പുറത്തെന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ. ഇരിഞ്ഞാൽ കുടിക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ എത്തിയത് ക്രൈസ്റ്റ് കോളേജിലേക്കാണ്. അപ്പോൾ കാലത്ത് തന്നെ ഇതുകൊണ്ട് പിള്ളേരുകളൊക്കെ വന്ന് തുടങ്ങുള്ളൂ. ഞാൻ അധികം അകത്തേക്ക് കയറാൻ പോയില്ല, കാരണം എനിക്ക് വേറൊരു സ്ഥലത്ത് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിറം സിനിമ തന്നെ അതിൽ തുടങ്ങാം. നിറം സിനിമ ഷൂട്ട് ചെയ്ത് അതിനകത്ത് കുറേ സീനുകളൊക്കെ ഈ കോളേജിൽ വെച്ചാണ് നിറം സിനിമയിൽ ഷൂട്ട് ചെയ്തത്. അതിന് ശേഷം മഴവിൽ കൂടാരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഴയ സിനിമകളാണ്. പുതിയതിലേക്ക് നമുക്ക് എത്താം. ആ ഫ്രണ്ടിൽ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിനിമയിലെ സീൻസൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2018 സിനിമയിൽ വരെ നമ്മുടെ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് കാണിക്കുന്ന ആലപ്പുഴയിൽ കാണിക്കുന്നത് ശരിക്കും ഈ ക്രൈസ്റ്റ് കോളേജിലൊരു റൂമാണ് ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടുത്തെ സീനുകളൊക്കെ നമുക്ക് ആ സിനിമയിൽ കുറച്ച് കാണാൻ പറ്റും. പിന്നെ 2020 എന്ന സിനിമയിൽ നമ്മുടെ ആ സിനിമയിൽ കോടതിയൊക്കെ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് തന്നെയാണ്. ക്രൈസ്റ്റ് കോളേജാണ് ഈ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുള്ള സീനുകളൊക്കെ നമുക്ക് 2020 കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. പിന്നെ നമ്മുടെ ദിലീപേട്ടന് കുഞ്ചാക്കോബൻ്റെ സിനിമയായിട്ടുള്ള ദോസ്ത് സിനിമയിലും നമ്മുടെ ഈ ക്രൈസ്റ്റ് കോളേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീനുകളൊക്കെ ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഴത്തുള്ളി കേൾക്കും എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് ഈ സോങ്ങിൻ്റെ സീനുകളൊക്കെ നമ്മുടെ ഈ ക്രൈസ്റ്റ് കോളേജിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഡാൻസിൻ്റെ ആ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുനോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഡാൻസ് കളിക്കുന്നത് ഇവരുടെ സീനുകളൊക്കെ കാണാൻ പറ്റും. അതിനകത്ത് നമ്മുടെ ആ സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള സീനുകളൊക്കെ. പിന്നെ ജൂലൈ 4 എന്നുള്ളിട്ടുള്ള സിനിമ, അതിനകത്ത് നമ്മുടെ ആ നായികയുടെ കോളേജായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കോളേജിലേക്ക് എക്സാമിന് എന്തിനോ വരുന്നൊരു സീനാണ്. ആ ഒരു ദിലീപേട്ടൻ കൊന്ന് ആക്കുന്നൊരു സീൻ നമുക്ക് ആ കോളേജിൽ ആ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ അപൂർവരാഗം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അതിനകത്തും നമ്മുടെ ഈ ക്രൈസ്റ്റ് കോളേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ സിനിമകളിൽ നമ്മുടെ ഈ ക്രൈസ്റ്റ് കോളേജ് വരുന്നുണ്ട് ഇരിഞ്ഞാലക്കുടയിലുള്ളത്. അപ്പോൾ അവിടുത്തെ സീനുകളൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പുതിയ മുഖം, നമ്മുടെ പൃഥ്വിരാജ് ചേട്ടൻ്റെ ഒരു സിനിമയുടെ ഫൈറ്റ് സീനൊക്കെ നിങ്ങൾക്ക് ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ആ ഒരു പെണ്ണിൻ്റെ ഒരു കോളേജിൽ പോകണുണ്ടല്ലോ, മറ്റേ ബോംബൊക്കെ വെക്കണ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം എറിഞ്ഞിരുന്ന വണ്ടിയിലേക്ക് എറിയണ സീനൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഡി കമ്പനി സിനിമയിൽ നമ്മുടെ ജയസൂര്യ നടനൊക്കെ നമുക്ക് ആ ലൊക്കേഷനിൽ കാണാൻ പറ്റും. പിന്നീട് നമ്മളെത്തിയത് ക്രൈസ്റ്റ് വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോളേജ് എന്താണ്ടാണ്. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ അവിടെ നിന്നൊരു 1-2 കിലോമീറ്റർ കുറച്ചുള്ളിലോട്ട് പോയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വാഴ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് ചേരണോ സീനുകളൊക്കെ ഉണ്ടല്ലോ, ആ സീനുകളൊക്കെ ഇവിടെയാണ്. അവർ തുടക്കം തന്നെ വന്ന ദിവസം തന്നെ ഫൈറ്റ് കിടക്കുന്നതും എല്ലാം ഈ കോളേജിൻ്റെ ഈ സ്കൂളിലെ കോളേജ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറാൻ നോക്കിയപ്പോൾ ഗേറ്റ് എല്ലാം ലോക്ക്ഡാണ്. അപ്പോൾ ആ കോളേജിൻ്റെ മുകളിൽ നിന്ന് പോണ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കോളേജിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.